ഹലോ എവരി വൺ, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ മലയാളത്തിൽ വളരെ ഈസി ആയിട്ട് ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് പഠിക്കുകയാണ്. ഈ ഇംഗ്ലീഷ് ഗ്രാമറിനെ പറ്റി ഒന്നും അറിയാത്ത ആളുകൾക്കും ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്കും ഒക്കെ വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ റൂൾസ് ഒക്കെ പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഫ് ക്ലോസിനെ പറ്റിയിട്ടാണ്. എന്തായാലും PSCയുടെ പരീക്ഷയിൽ ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഒരു മാർക്കിനുള്ളൊരു ചോദ്യം ഇഫ് ക്ലോസ് ചോദിക്കാറുണ്ട്. അതായത് ഏതാണ് കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എവിടെയാണ് തെറ്റുപറ്റിയത്, ഇതിന് പകരമായിട്ട് വരാൻ സാധ്യതയുള്ളത് ഏതാണ് എന്നൊക്കെയുള്ള രീതിയിൽ കേട്ടോ. പല രീതിയിലും PSC ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ വരെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് കേട്ടിരിക്കുക. നമ്മൾ ഇതിക്ക് മുന്നായിട്ട് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് എടുത്തിട്ടുണ്ട്. അതിക്ക് മുന്നേ വളരെ പ്രധാനപ്പെട്ട ടെൻസ് എന്നുള്ളൊരു ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. ടെൻസിനെ കുറിച്ച്, കാലങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ പിടിയില്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ടെൻസുകളെ കുറിച്ചും അതിൻ്റെ പല രീതിയിലുള്ള സ്ട്രക്ചറിനെ കുറിച്ചും അറിയില്ലെങ്കിൽ തീർച്ചയായും ആ ക്ലാസ് കാണാം. കാരണം എന്നാലാണ് ഇഫ് ക്ലോസ് ആയിക്കോട്ടെ, ഇനി റിപ്പോർട്ടർ സ്പീച്ച് ആയിക്കോട്ടെ, വോയിസ് നമ്മൾ പഠിക്കും. ഇതിന് ശേഷം ഇഫ് ക്ലോസ് കഴിഞ്ഞ് നമ്മൾ വോയിസാണ് പഠിക്കുന്നത്. അത് നന്നായി പഠിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ടെൻസ്. അതില്ലാതെ നമുക്കത് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഒരു ഓർഡറിൽ തന്നെ ഇത് കാണാൻ കഴിയുക. എല്ലാ ക്ലാസ്സുകളും ഇതിനു മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് പോയി ക്ലിക്ക് ചെയ്ത് അതൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇഫ് ക്ലോസിനെ വേണ്ടി നമ്മൾ എന്താ പഠിക്കാനുള്ളത് നോക്കാം. ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. നമ്മൾ സെൻറ്റൻസുകളെ കുറിച്ച് പഠിക്കുന്ന പാർട്ട് 2-ൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസുകളെ കുറിച്ചൊക്കെ പഠിച്ചു. അതിനകത്ത് നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസ് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി അതിനകത്ത് ഒരു മെയിൻ ക്ലോസും പിന്നെ ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസുകളും ഉണ്ടാവാം. അതാണ് കോംപ്ലക്സ് സെൻറ്റൻസ്. ഇഫ് ക്ലോസ്, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. കാരണം നീ നന്നായി പഠിച്ചാൽ, അതൊരു പൂർണ്ണമായ സെൻറ്റൻസ് അല്ല, ഒരു പൂർണ്ണമായ അർത്ഥം നൽകുന്ന ക്ലോസ് അല്ല. എന്നാൽ നീ പാസ്സാകും എന്ന് പറയുന്നത് പൂർണ്ണമായൊരു അർത്ഥം നൽകുന്ന ഒരു സെൻറ്റൻസ് ആണ്. അതൊരു മെയിൻ ക്ലോസ് ആണ്. എന്നാൽ ഇഫ് എന്ന് പറയുന്ന ആ വാക്ക് വരുന്ന സെൻറ്റൻസ് അല്ലെങ്കിൽ ആ ക്ലോസ്, സെൻറ്റൻസിലെ ആ ഭാഗം എന്ന് പറയുന്നത് എന്തല്ല, ഒരിക്കലും ഒരു മെയിൻ ക്ലോസ് അല്ല, അതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസിൽ നമുക്ക് പ്രധാനമായിട്ട് 3 തരത്തിലുള്ള കണ്ടീഷൻസ് ആണ് പഠിക്കാനുള്ളത്. പ്രോബബിൾ കണ്ടീഷൻ, ഇംപ്രോബബിൾ കണ്ടീഷൻ, ഇംപോസിബിൾ കണ്ടീഷൻ. നടക്കാൻ സാധ്യതയുള്ളൊരു ഭാഗം, നീ നന്നായി പഠിച്ചാൽ നീ ജയിക്കും. ഇംപ്രോബബിൾ കണ്ടീഷൻ, അതായത് നീ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിനക്ക് സാധിച്ചേനെ, പക്ഷെ നീ ചെയ്തില്ല, നിനക്ക് ലഭിച്ചില്ല. ഇമ്പോസിബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നടക്കാൻ ഒരു സാധ്യതയില്ല. നമ്മളിങ്ങനെ പറയില്ലേ, എനിക്കൊരു ചിറകുണ്ടായെങ്കിൽ ഞാൻ ഈ ലോകം മുഴുവൻ പറഞ്ഞു നടന്നേനെ. നടക്കില്ലല്ലോ, അതൊരിക്കലും. മനുഷ്യർക്ക് ഒരിക്കലും ചിറക് മുളക്കില്ല. അതൊരു ഇമ്പോസിബിൾ കണ്ടീഷനാണ്. ഇങ്ങനെയുള്ള 3 കണ്ടീഷൻസാണ് നമുക്ക് ഇഫ് ക്ലോസിൽ പഠിക്കാറുള്ളത്. പ്രോബബിൾ കണ്ടീഷൻ, ഇംപ്രോബബിൾ കണ്ടീഷൻ, ഇമ്പോസിബിൾ കണ്ടീഷൻ. നോക്കൂ, ഇത് നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നതാണ്. നിങ്ങൾ പ്രധാനമായിട്ടൊരു PSC പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പ്രോബബിൾ, ഇംപ്രോബബിൾ, ഇമ്പോസിബിൾ കണ്ടീഷൻ ഇങ്ങനെയുള്ള പേരുകൾ നിങ്ങൾ മറന്നുപോയാലും ഇതിൻ്റെ റൂൾസ് പറയുന്നത്, ഓരോ കണ്ടീഷൻ വരുമ്പോഴും പറയുന്ന റൂൾസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ടെൻസ് നന്നായിട്ട് പഠിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യം ആണ്. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ആദ്യത്തെ കണ്ടീഷൻ എന്താ? പ്രോബബിൾ കണ്ടീഷൻ. അതായത് ഇഫ് സബ്ജക്റ്റ് V1, ഇഫ് യു സ്റ്റഡി വെൽ. നോക്കൂ, ഇഫ് കഴിഞ്ഞിട്ട് യു എന്ന് പറയുന്ന സബ്ജക്റ്റ്, അതിനനുസരിച്ചിട്ടുള്ള ബേസ് ഫോം ഓഫ് ദി വെർബ് വന്നേക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ മെയിൻ ക്ലോസിൽ വിൽ, ഷാൽ, ക്യാൻ, മേ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. അതിൻ്റെ അർത്ഥത്തിനനുസരിച്ച് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. അതിനുശേഷം V1 തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ V1 വരുമ്പോൾ ഇപ്പുറത്ത് എന്താണ്? V1 തന്നെയാണ് വരുന്നത്. അതിനു മുമ്പ് ഒരു മോഡൽ വെർബ് വരണം. വിൽ, ഷാൽ, ക്യാൻ, മേ എന്ന് പറയുന്ന മോഡൽ വെർബ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇഫ് യു വർക്ക് ഹാർഡ്. നോക്കൂ, ഇഫ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, വർക്ക് എന്ന് പറയുന്നത് ബേസ് ഫോം ഓഫ് ദി വെർബാണ്, അതായത് പ്രസൻറ്റ് ഫോം ഓഫ് ദി വെർബാണ്. യു വിൽ പാസ്, കണ്ടോ, പാസും അതുപോലെ തന്നെ V1 ഫോം ആണ്. ഇഫ് ഹി കംസ്,
ഹീ വന്നതുകൊണ്ടാണ് ഇവിടെ കംസ്. അതായത് ബേസിക്കലി സിമ്പിൾ പ്രസൻറ്റ് ഫോമിൽ വരുന്ന ഒരു ഇഫ് ക്ലോസ്, അതിന് വരുന്ന മെയിൻ ക്ലോസ് എന്തായിരിക്കും? ഒരു മോഡൽ വെർബും പ്ലസ് V1 ഫോം ആയിരിക്കും. ഓക്കെ, ഹീ വന്നതുകൊണ്ടാണ് വെർബിൻ്റെ കൂടെ എസ് ഓർ എസ് ചേർത്തിരിക്കുന്നത്. ഹീ കംസ്, യു ക്യാൻ ഗോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടെൻസ് തീർച്ചയായും പഠിച്ചിരിക്കുക, അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറുകൾ പഠിച്ചിരിക്കുക. എങ്കിൽ മാത്രമേ ഇഫ് ക്ലോസ് ആയിക്കോട്ടെ, വോയിസ് പഠിക്കുമ്പോഴായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മളുടെ റിപ്പോർട്ടർ സ്പീച്ച് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇഫ് ഐ ഗോ, ഐ വന്നതുകൊണ്ടാണ് ഗോ വന്നത്. ഐയുടെ കൂടെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും വെർബിൻ്റെ കൂടെ എസ് ഓർ എസ് ചേർക്കില്ല എന്നുള്ളത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പഠിച്ചിട്ടുണ്ട്. ഇഫ് ഐ ഗോ യു മേ ലീവ്, ഞാൻ പോവുകയാണെങ്കിൽ നിനക്ക് പോകാം. ഇഫ് ഷീ റൈറ്റ്സ് ദ എക്സാം ഷീ വിൽ ഫെയിൽ, അവൾ പരീക്ഷ എഴുതിയാൽ പരീക്ഷയ്ക്ക് തോക്കും. നോക്കൂ, ഇത് നെഗറ്റീവ് മീനിങ് തരുന്നുണ്ടെങ്കിലും ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് അല്ല. ഓക്കെ, നെഗറ്റീവ് സെൻറ്റൻസ് പറയുന്നത് നോ, നോട്ട്, നണ്ണ്, നോബഡി, നോവെയർ, അല്ലെങ്കിൽ സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, ഇങ്ങനെ വരുന്ന വാക്കുകൾ വരണം. എങ്കിൽ മാത്രമേ നെഗറ്റീവ് സെൻറ്റൻസ് ആവുള്ളൂ. ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് അല്ല, നെഗറ്റീവ് മീനിങ് തരുന്നുണ്ടെങ്കിൽ, അതായത് അവൾ എക്സാം എഴുതിയാൽ അവൾ തോക്കും എന്നുള്ള നെഗറ്റീവ് മീനിങ് അവിടെ വരുന്നുണ്ട്, പക്ഷെ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് അല്ല. ഇഫ് ഷീ റൈറ്റ്സ്, ഈ ഷീ വന്നതുകൊണ്ടാണ് ഇവിടെ റൈറ്റിൻ്റെ കൂടെ എസ് ഓർ എസ് ചേർത്ത് അതൊരു സിംഗുലർ വെർബാക്കി മാറ്റിയത്. ഷീ വിൽ ഫെയിൽ, കണ്ടോ, വിൽ ഫെയിൽ, ഫെയിൽ എന്ന് പറയുന്നത് ഒരു V1 ഫോം ആണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നും കൂടി പറയാണ്. നോക്കൂ, ഇഫ് കഴിഞ്ഞതിന് ശേഷം സിമ്പിൾ പ്രസൻറ്റ് ഫോമിലുള്ള ഒരു ക്ലോസ് ആണ് ഉള്ളതെങ്കിൽ, ഇഫ് ക്ലോസ്, ഇഫ് വരുന്ന ആ ഒരു ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ആണെങ്കിൽ, കോമ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഒരു മോഡൽ വെർബും അതിന് ശേഷം ഒരു V1 ഫോമും ആയിരിക്കും. വെർബിൻ്റെ ബേസ് ഫോം ആയിരിക്കും വരുന്നത്. ഈ ഒരു അതാണ് ആദ്യത്തെ റൂള്, പ്രോബബിൾ കണ്ടീഷൻ. അതായത് നീ ഒരു കാര്യം ചെയ്താൽ മറ്റൊന്ന് സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇഫ് യു വർക്ക് ഹാർഡ്, നീ നന്നായി പഠിച്ചാൽ നിനക്ക് പാസ്സാവാൻ കഴിയും. ഇഫ് ഹി കംസ്, അവൻ വന്നാൽ നിനക്ക് പോകാം. ഇഫ് ഐ ഗോ യു മേ ലീവ്, ഞാൻ പോയാൽ നിനക്കും പോകാം. ഇഫ് ഷീ റൈറ്റ്സ് ദ എക്സാം ഷീ വിൽ ഫെയിൽ, അവൾ പരീക്ഷ എങ്ങാനും എഴുതിയാൽ അവൾ തോൽക്കും. ഓക്കെ, ഇതാണ് പ്രോബബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇംപ്രോബബിൾ കണ്ടീഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു മടിയില്ലാതെ ചോദിക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനിത് ഒരുപാട് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ടെൻസൊക്കെ നന്നായി ഉറച്ചതിന് ശേഷം ഇഫ് ക്ലോസ് പഠിക്കാൻ വരുന്നതാണ്. അപ്പോൾ കാര്യങ്ങൾ ഒന്നും കൂടി ഈസി ആയിരിക്കും. ഇവിടെ നോക്കൂ, ഇഫിന് ശേഷം സബ്ജക്റ്റ് ഓഫ് കോഴ്സ് ഉണ്ടാവും കേട്ടോ, അത് ഞാനിവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ഇഫിന് ശേഷം ഒരു സബ്ജക്റ്റ്, അതിനുശേഷം V2 ഫോം, സബ്ജക്റ്റ് പ്ലസ് V2 ഫോം എവിടെയാണ് വരുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് വരുന്നത്. അങ്ങനെ ഒരു ഫോം വന്നു കഴിഞ്ഞാൽ മോഡൽ വെർബിൻ്റെ പാസ്റ്റ് ഫോമും V1 ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ V2 വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ V1 വരില്ല. പകരം എന്താണ്? വില്ല് വുഡാവും, ഷാല് ഷുഡാവും, കുഡ് വുഡാവും, ക്യാൻ കുഡാവും, മേ മൈറ്റ് ആവും. ഓക്കെ, അതിനുശേഷം പിന്നെ രണ്ട് പാസ്റ്റ് ടെൻസുകളല്ല ഒരുമിച്ച് വരിക ഒരിക്കലും. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റൊക്കെ പാസ്റ്റ് ഫോമാണ്, അല്ലെങ്കിൽ V2 ഫോമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു V1 ഫോമാണ് വരിക. നോക്കൂ, ഇവിടുത്തെ എക്സാമ്പിളുകൾ നോക്കാം. ഇഫ് യു വർക്ക്ഡ് ഹാർഡ്, നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ യു വുഡ് പാസ്, നീ പാസ്സായേനെ. അപ്പോൾ നീ പാസ്സായേനെ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്തൊരു പൂർണ്ണമായ അർത്ഥമുണ്ട്. പക്ഷേ ഇഫ് യു വർക്ക്, നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നീ പാസ്സായേനെ, പക്ഷെ നീ പാസ്സായില്ലല്ലോ. ആ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ഇഫ് ഹി കെയിം, അവൻ വന്നിരുന്നെങ്കിൽ യു കുഡ് ഗോ, നിനക്ക് പോകാമായിരുന്നു. ഇഫ് ഐ വെൻറ്റ് യു മൈറ്റ് ലീവ്, ഞാൻ പോയിരുന്നെങ്കിൽ നിനക്ക് പോകാമായിരുന്നു, നിനക്ക് പോകാൻ കഴിഞ്ഞേനെ. ഇഫ് ഷീ റോട്ട് ദ എക്സാം ഷീ വുഡ് ഫെയിൽ, അവൾ എങ്ങാനും എക്സാം എഴുതിയിരുന്നെങ്കിൽ അവൾ തോറ്റുപോയേനെ, പക്ഷെ അവൾ എഴുതിയില്ല, തോറ്റില്ല. ആ അർത്ഥത്തിലാണ് പറയുന്നത്. നോക്കൂ, ഇംപ്രോബബിൾ, നടക്കാൻ സാധ്യതയില്ല. പാസ്റ്റിൽ ചെയ്തിരുന്നെങ്കിലല്ലേ ഇത് സംഭവിക്കുള്ളൂ, പക്ഷെ അത് ചെയ്തില്ല. അതുകൊണ്ട് അതിൻ്റെ പരിണിത ഫലമായി സംഭവിക്കാമായിരുന്ന കാര്യം സംഭവിച്ചില്ല. അതാണ് ഇംപ്രോബബിൾ, നടക്കില്ല. ചെയ്തിരുന്നെങ്കിൽ നടന്നേനെ, പക്ഷെ ചെയ്തില്ല, അതുകൊണ്ട് അതിൻ്റെ റിസൾട്ടും ഉണ്ടായില്ല എന്നുള്ളതാണ്. നോക്കൂ, യു കഴിഞ്ഞിട്ട് വർക്ക്ഡ് V2 ഫോം, വുഡ് കഴിഞ്ഞിട്ട് V1 ഫോം. ഹി കെയിം എന്നുള്ളത് എസ് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട്
V2 ഫോം കുഡ് ഗോ എന്ന് പറയുന്നത് എന്താണ് V1 ഫോമാണ് വന്നിരിക്കുന്നത്. അത് നന്നായി വായിച്ച് മനസ്സിലാക്കുക. ടെൻസ് മനസ്സിലാക്കുക. ഇവിടെ V2 ഫോം സബ്ജക്റ്റ് പ്ലസ് V2 ഫോം സബ്ജക്റ്റ് പ്ലസ് V2 ഫോം എന്തിലാണ് വരുന്നത്? അത് സിമ്പിൾ പ്രസൻറ്റിലാണ് വരുന്നത്. ആ ഫോം വന്നാൽ വരുന്നത് എന്താണ്? വുഡ് ഷുഡ് കുഡ് മൈറ്റ് വന്നതിന് ശേഷം V1 ഫോമാണ് വരിക മെയിൻ ക്ലോസിൽ. ഓക്കെ, അടുത്തത് നോക്കാം. ഇമ്പോസിബിൾ കണ്ടീഷൻ, നടക്കാൻ ഒരു സാധ്യതയില്ല. അവിടെ എന്താ? ഹാഡ് V3 വരുന്നത് ഏത് ഫോമിലാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിലാണ്. നോക്ക്, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്നത് ഏത് ഫോമാണ്? അത് നമ്മളുടെ പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോമാണ്, സെൻറ്റൻസ് സ്ട്രക്ചറാണ്. അത് പഠിച്ചു വന്നിരുന്ന ആളുകൾക്ക് വളരെ സുപരിചിതമായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണിത്. സബ്ജക്റ്റ് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 എന്ന ഫോം സബോർഡിനേറ്റ് ക്ലോസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വുഡ് കുഡ് ഷുഡ് മൈറ്റൊക്കെ ഉണ്ടാവും. അതിനുശേഷം ഒരു ഹാവ് കൂടി വരണം. നോക്ക്, ഹാവ് കൂടി വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുക? V3 ഫോം വരിക. ഓക്കെ, ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ്, നീ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ യു വുഡ് ഹാവ് പാസ്ഡ്, നീ ജയിച്ചിട്ടുണ്ടായിരുന്നേനെ. ഇമ്പോസിബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇഫ് ഹി ഹാഡ് കം, അവൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ യു കുഡ് ഹാവ് ഗോൺ, നിനക്ക് പോവാൻ കഴിഞ്ഞിരുന്നേനെ, അങ്ങനെയാണ് അർത്ഥം കേട്ടോ. ഇഫ് ഐ ഹാഡ് ഗോൺ, ഞാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ യു മൈറ്റ് ഹാവ് ലെഫ്റ്റ്, നിനക്ക് പോകാൻ കഴിഞ്ഞിരുന്നേനെ. ഇഫ് ഷീ റോട്ട് ദ എക്സാം ഷീ മൈറ്റ് ഹാവ് ഫെയിൽഡ്, അവൾ എക്സാം എഴുതാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൾ തോറ്റിരുന്നേനെ എന്നുള്ള അർത്ഥത്തിലാണ്. അർത്ഥം നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തീർച്ചയായും ഈ ഫോം നിങ്ങൾ മനസ്സിലാക്കുക. ഇഫ് യു ഹാഡ് വർക്ക്ഡ്, നോക്കൂ, ഹാഡ് വർക്ക്ഡ്. ഇവിടെ നോക്കൂ, ഇഫ് ഐ ഹാഡ് മൈ ലഞ്ച് എന്ന് പറയുന്നത് ഒരിക്കലും ഹാഡ് പ്ലസ് V3 അല്ല. ഇവിടെ ഹാഡ് എന്ന് പറയുന്നത് ഒരു V2 ഫോമാണ്. അത് നമ്മൾ ഏത് കണ്ടീഷനിലാണ്? ഇംപ്രോബബിൾ കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഞാൻ ലഞ്ച് കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് വിശക്കില്ലായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ വരികയാണെങ്കിൽ അവിടെ ഐ വുഡ് നോട്ട് എന്നുള്ള അർത്ഥം വരും. വുഡ് നോട്ട് ബി ഹംഗ്രി എന്നോ അങ്ങനെ എന്തെങ്കിലും വന്നേനെ. ഓക്കെ, ഇവിടെ ഐ ഹാഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പഠിക്കും എങ്കിലും മനസ്സിലാക്കുക. ഈ ഒരു സെൻറ്റൻസിൽ ഇഫ് ഐ ഹാഡ് മൈ ലഞ്ച് എന്ന് പറയുന്നത് ഒരു V2 ഫോമാണ് വന്നിരിക്കുന്നത്, അല്ലാണ്ട് ഹാഡ് പ്ലസ് V3 അല്ല. അപ്പോൾ ഹാഡ് കണ്ട ഉടനെ തന്നെ ചാടി കയറി ഇതൊരു ഇംപ്രോബബിൾ കണ്ടീഷനിൽ വന്നുള്ള ഒരു സെൻറ്റൻസ് ആണ്, ഹാഡ് പ്ലസ് V3 ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഇത് പോയി സെലക്ട് ചെയ്യരുത്. ഇത് ഹാഡ് കഴിഞ്ഞിട്ട് V3 നിർബന്ധമാണ് എങ്കിൽ മാത്രമാണ് നമുക്കിവിടെ മെയിൻ ക്ലോസിൽ ഈ ഒരു ഫോം വരാൻ പറ്റുള്ളൂ. അതായത് വുഡ് കുഡ് ഷുഡ് മൈറ്റ് ഏതെങ്കിലും ഒന്ന്, അതിനുശേഷം പ്ലസ് ഹാവ്. ഓക്കെ, പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന് പറയുന്ന ഈ ഒരു ഫോമിലേക്ക് എത്തപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ V3 വരുമ്പോൾ മാത്രമാണ് V3 വരുന്നത്. V2 വന്നു കഴിഞ്ഞാൽ എന്താ? വെർബിൻ്റെ V1 ഫോം തന്നെയാണ് വരിക. അത് ഓർത്തിരിക്കുക. എക്സാമ്പിൾ നോക്കുക. ഇഫ് യു ഹാഡ് വർക്ക് ഹാഡ് യു വുഡ് ഹാവ് പാസ്ഡ്. ഓക്കെ, നോക്കൂ, വുഡ് ഹാവ് പാസ്ഡ് ഇങ്ങനെയാണ് വരിക. അടുത്ത് നോക്കൂ, ഹാവ് ഇൻ ദ ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസിൻ്റെ ഇഫ് വരുന്ന ആ ക്ലോസ്, അതായത് ആ സബോർഡിനേറ്റ് ക്ലോസിലെ ഹാവ് വരെയാണ്. ഇഫ് ഐ ഹാവ് മണി, നേരത്തെ ഞാൻ ഹാഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു പ്രതിഭാസമാണിത്. ഇഫ് ഐ ഹാവ് മണി, നോക്കൂ, ഇവിടെ ഹാവ് എന്ന് പറയുന്നത് ഒരു മെയിൻ വെർബ് V1 ഫോമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇഫ് ഐ ഹാവ് മണി, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഐ വിൽ ബൈ എ കാർ, ഞാനൊരു കാറ് വാങ്ങിച്ചേനെ. ഇതൊരു എന്താ പറയുക, പോസിബിൾ കണ്ടീഷനാണ്. അതായത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാറ് വാങ്ങിച്ചേനെ. ഓക്കെ, ഇഫ് ഐ ഹാവ് മണി, ഇവിടെ ഹാവ് കഴിഞ്ഞിട്ട് V3 ഒന്നുമില്ല, അങ്ങനെ ഒരു ഫോം ഇല്ല ശരിക്കും. ഹാഡ് പ്ലസ് V3 ആണ്, ഹാഡ് പ്ലസ് V3. പിന്നെയുള്ളത് എന്താണ്? ഇഫിൻ്റെ കൂടെ V2 ഫോം വരുന്നതാണ്. അപ്പോൾ ഹാവ് പ്ലസ് V3 എന്ന് പറഞ്ഞൊരു ഫോമേ ഇല്ല. ഇനി അങ്ങനെ വന്നാൽ തന്നെ ഹാവിൻ്റെ കൂടെ V3, ഹാവ് ഒരു V3 വന്നാലാണ് അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആവുള്ളൂ. ഹാവ് ഒന്ന് മാത്രം വരുമ്പോൾ അതൊരു V1 ഫോമാണ്. അതൊരു പ്രോബബിൾ കണ്ടീഷനാണ്. ഓക്കെ, ആദ്യത്തെ ഒരു റൂൾ നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു രീതിയിലാണ് ഇത് വരിക. നോക്കി, ഇഫ് ഐ ഹാഡ് മണി,
ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ്. ഓക്കെ, അത് വരുമ്പോൾ എന്താണ്, അത് കഴിഞ്ഞിട്ട് V3, ഹാഡ് കഴിഞ്ഞിട്ട് V3 വേണം, എന്നാലാണ് ഇംപ്രോബബിൾ കണ്ടീഷൻ ആവുള്ളൂ. അല്ലെങ്കിൽ ഇമ്പോസിബിൾ കണ്ടീഷൻ, ഇംപ്രോബബിൾ അല്ല, ഇമ്പോസിബിൾ കണ്ടീഷൻ. ഇവിടെ ഐ ഹാഡ് എന്ന് പറയുമ്പോൾ ഹാഡ് ഒരു V2 ആണ്, V2ൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇഫ് ഐ ഹാഡ് മണി എന്ന് പറയുന്നത് ഐ വുഡ് ബൈ എ കാർ. ഇപ്പോൾ കണ്ടോ, വുഡ് എന്ന് പറയുന്നത് വന്നതിന് ശേഷം V1 ഫോം വന്നേക്കുന്നത്. ഇനി ഇഫ് ഐ ഹാഡ് മണി, നോക്ക് ഇവിടെ ഹാഡ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്, ഈ ഹാഡ് എന്ന് പറയുന്നത് V3 ഫോമാണ്. ഇങ്ങനെ വരുമ്പോൾ ഐ വുഡ് ഹാവ് ബ്രോട്ട്, ബൈയുടെ V3 ഫോമാണ് എന്ത്, ബ്രോട്ട്. കണ്ടോ, അപ്പോൾ ഹാവ് വരുമ്പോൾ ഹാവ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഹാഡ് വന്നു എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് അത് ഇന്ന ഫോം ആണെന്നൊന്നും വിചാരിച്ചേക്കരുത്. അതിനുശേഷം V2 ആണോ അല്ലെങ്കിൽ V3 ആണോ V1 ആണോ കിടക്കണേ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തൊരു റൂൾ എന്താ നോക്കൂ, ആം ഇൻ ദ ഇഫ് ക്ലോസ്. ആം വരികയാണെന്ന് വരിക്കും ഇഫ് ക്ലോസിൽ. ഇഫ് ഐ ആം എ ബേർഡ് ഐ വിൽ ഫ്ലൈ. ഇവിടെ ആം എന്താണ്, ഒരു V1 മെയിൻ വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇഫ് ഐ ആം എ ബേർഡ് എന്ന് പറയുമ്പോൾ ഞാനൊരു ബേർഡ് ആയിരുന്നെങ്കിൽ ഐ വിൽ ഫ്ലൈ, ഇതൊരു പ്രോബബിൾ കണ്ടീഷനാണ്. ഇവിടെ നോക്കൂ, ഇഫ് പ്ലസ് V1 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്താ, വില്ല്, ഷാല്, മേ, ക്യാൻ ഒക്കെ വെച്ചിട്ട് V1 ഫോം തന്നെയാണ് വരിക. ഓക്കെ, വില്ല്, വിൽ ഷാല് ഒക്കെ വന്നതിന് ശേഷം V1 ഫോമാണ്. അതുകൊണ്ടോ ഐ വിൽ ഫ്ലൈ, ഫ്ലൈയുടെ V1 ഫോമാണത്. ഓക്കെ, ഇഫ് ഐ വേർ എ ബേർഡ്, നോക്ക് ഐ വന്നു, ഐയുടെ കൂടെ സാധാരണ വാസാണ് ഉപയോഗിക്കുക. ഇതാണ് ഞാൻ പണ്ട് നമ്മളുടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് ഐയുടെ കൂടെ എപ്പോഴും വാസാണ് സാധാരണ രീതിയിൽ വരിക, എന്നാൽ വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതെന്താണ്, അതൊരു ഇംപ്രോബബിൾ കണ്ടീഷൻ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാറുണ്ട്. ഇവിടെ നോക്കൂ, എന്ന് പറയുന്നത് V2 ഫോമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇഫ് ഐ വെർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ, നോക്കൂ വുഡ് പ്ലസ് V1 വന്നേക്കുന്നത് കണ്ടോ. ഇഫ് ഐ ഹാഡ് ബീൻ എ ബേർഡ്, ഹാഡ് കഴിഞ്ഞിട്ട് ബിയുടെ V3 ഫോം മനസ്സിലായോ. അതിനുശേഷം ഐ വുഡ് ഹാവ് ഫ്ലോൺ, ഫ്ലൈയുടെ V3 ഫോം വന്നാണ് കണ്ടോ. ഇതൊരു ഇംപോസിബിൾ കണ്ടീഷനാണ്. അപ്പം ഇംപ്രോബബിൾ കണ്ടീഷൻ വരുമ്പോൾ ഐ വാസ് അല്ല വരിക, എന്താണ് വരിക, ഐ വാസ് അല്ല വരിക, വേർ ആണ് വരിക. ഇതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഇഫ് ഐ വേർ എ ബേർഡ്, ഞാനൊരു ബേർഡ് ആയിരുന്നെങ്കിൽ ഞാൻ പറന്നേനെ. ഇഫ് ഐ ആം, ഞാനൊരു ബേർഡ് ആണെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഇഫ് ഐ ഹാഡ് ബീൻ എ ബേർഡ്, ഞാനൊരു ബേർഡ് ആയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ്, ഞാൻ പറന്നുകൊണ്ടിരുന്നേനെ എന്നുള്ളതൊക്കെയാണ് അർത്ഥം. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇതുപോലെ ഫോം മനസ്സിലാക്കി റൂൾസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഇനി അൺലെസ് എന്ന് പറയുന്നത് ഇഫ് നോട്ട് എന്നുള്ളതാണ്. അൺലെസ് യു സ്റ്റഡി ഹാർഡ്, നീ നന്നായി പഠിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇവിടെ ഒരു ഐ കൂടുതലുണ്ട് കേട്ടോ. യു വിൽ ഫെയിൽ, നീ തോൽക്കും. ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അൺലെസ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു വേർഡാണ് കേട്ടോ, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അൺലെസ് യു സ്റ്റഡി ഹാർഡ്, നീ പഠിച്ചില്ലെങ്കിൽ യു വിൽ ഫെയിൽ, നീ തോക്കും എന്ന് പറയില്ലേ. അൺലെസ് യു കെയിം, നീ വന്നില്ലെങ്കിൽ ഐ വുഡ് നോട്ട് കം, ഞാനും വരില്ല. അൺലെസ് ഐ ഹാഡ് ഡൺ ദ വർക്ക് വേർഡല്ല വർക്ക്, ഓക്കെ, ഞാൻ ആ വർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ദ വർക്ക് വുഡ് ഹാവ് റിമെയിൻഡ് അൺഫിനിഷ്ഡ്, ആ വർക്ക് അൺഫിനിഷ്ഡ് ആയിട്ട് നിന്നേനെ. ഓക്കെ, ഇതിനകത്ത് വേറെ റൂൾസിലൊന്നും വ്യത്യാസമില്ല. ഇഫിന് പകരമായിട്ട് നമ്മൾ ഇഫ് നോട്ട് ഉപയോഗിക്കുക. അതിനകത്ത് നമ്മൾ പറഞ്ഞ റൂൾസൊക്കെ പ്രോബബിൾ, ഇംപ്രോബബിൾ, ഇമ്പോസിബിൾ കണ്ടീഷൻസിലൊക്കെ പറഞ്ഞ റൂൾസ് എല്ലാം കറക്റ്റായിട്ട് അങ്ങനെ തന്നെ വരണം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഇഫ് ക്ലോസിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളൊന്ന് നോക്കാം. ആദ്യം പ്രോബബിൾ കണ്ടീഷൻ, അതിനകത്ത് എങ്ങനെയാണ് V1 ഫോം, ഇഫ് കഴിഞ്ഞിട്ട് V1 ഫോം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വിൽ ഓർ ഷാലിൻ്റെ ഒക്കെ കൂടെ എന്ത് ചെയ്യണം, V1 ഫോം തന്നെ ഉപയോഗിക്കണം. പിന്നെ ഇംപ്രോബബിൾ അല്ലേ, ഇംപ്രോബബിൾ കണ്ടീഷനിൽ എങ്ങനെയാണ്, ഇഫിൻ്റെ കൂടെ V2 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പുറത്ത് V2 വരില്ല, അപ്പുറത്ത് എന്താണ്, വുഡ്, ഷുഡ് ഇതൊക്കെ വന്നതിന് ശേഷം
V1 ഫോം തന്നെയാണ് ഉപയോഗിക്കുക. ഇനി ഇമ്പോസിബിൾ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പം എന്താണ് അവിടെ ഇഫിൻ്റെ കൂടെ ഹാഡ് വന്നതിന് ശേഷം ഒരു V3 വരും. അപ്പം എന്താ നമ്മുടെ മെയിൻ ക്ലോസിൽ എങ്ങനെ വരണം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഒക്കെ വന്നതിന് ശേഷം ഒരു ഹാവ് വരും. അതിന് ശേഷം V3 വരണം. ഇതിങ്ങനെ പച്ചവെള്ളം പോലെ ഓർത്തിരിക്കുക. ഹാസ്, ഹാവ് ഒക്കെ വന്നു എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല. അത് ഉടനടെ കയറിയിട്ട് അത് ഒരു V2 ആണ് വന്നേക്കണത്, അപ്പോൾ അപ്പുറത്ത് പോയിട്ട് V2 അല്ലെങ്കിൽ V3 ഉപയോഗിക്കണം. അല്ലെങ്കിൽ അത് നമ്മുടെ ഇമ്പോസിബിൾ കണ്ടീഷനാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചെയ്തേക്കരുത്. ഓർത്ത് നോക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക ഏത് സെൻറ്റൻസ് സ്ട്രക്ചറിലാണ് ഇഫ് ക്ലോസ്, ഇഫ് ഉൾപ്പെടുന്ന ഭാഗം വരുന്നതെന്ന് നോക്കുക. ചിലതിനകത്തൊക്കെ ഈ ഇഫ് ക്ലോസ് സെക്കൻഡ് ആയിരിക്കും. നോക്കൂ, you will pass if you study എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നോക്കൂ, ഇഫ് ക്ലോസ് രണ്ടാമതായിട്ട് വന്നേക്കണു, അതായത് സബോർഡിനേറ്റ് ക്ലോസ് രണ്ടാമതായിട്ട് വന്നേണു, ആദ്യം മെയിൻ ക്ലോസ് വന്നേണു. നീ പാസ്സാവും എപ്പോൾ? നീ നന്നായി പഠിച്ചാൽ. ഇതും തെറ്റല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഏതെങ്കിലും ഒരു ഭാഗത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇഫ് വരുന്ന കാര്യം എങ്ങനെയാണ്, ഇഫ് വരുന്ന ആ ഒരു സബോർഡിനേറ്റ് സെൻറ്റൻസ് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നോക്കുക. അതിൻ്റെ ഒരു സ്ട്രക്ചറിനനുസരിച്ച് മെയിൻ ക്ലോസിലേക്ക് വരിക, അല്ലെങ്കിൽ മെയിൻ ക്ലോസിൻ്റെ സ്ട്രക്ചറിനനുസരിച്ച് ഇഫ് ക്ലോസിനെ മോഡിഫൈ ചെയ്യുക. ഏതാണോ നിങ്ങൾക്ക് ഫീസിബിളായിട്ട് കഴിയുന്നത് അതിനനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ക്ലാസ് കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഫ് ക്ലോസിനെ പറ്റി ഇനി എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഇടുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ താങ്ക് യു, ടാറ്റാ, ബൈ ബൈ.